മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കണ്. ആരാ? ബിരാനാണ്. സലാം പറഞ്ഞിരിക്കുന്നു. ബിരാനാണല്ലേ? വലൈക്കും സലാം. ഒന്നുമില്ല, പഴയ തറവാടല്ലേ. നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോ മനസ്സിനൊരു സമാധാനം. പുതിയ പെര ഉണ്ടാക്കുന്ന സമയത്ത് മോൻ പറഞ്ഞ് തറവാട് പൊളിച്ചിട്ട് അതിന്റെ എടുത്തുണ്ടാക്ക. ഞാനാ പറഞ്ഞത് തറവാട് അവിടെ നിന്നോട്ടെ. അവർക്കൊന്നും അതൊരു ഇഷ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോ മനസ്സിനൊരു സമാധാനമുണ്ട്. അതെ, 42 കൊല്ലം അന്യനാട്ടില് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അവരൊക്കെ ഇപ്പൊ നല്ലൊരു നിലയിലായി. മക്കളെ കെട്ടിച്ച്. എനിക്കറിയാല്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോ ഇരിക്കണമായിരുന്നു ഒരു തോന്നലുണ്ട്, സമാധാനം. അവര് മരിച്ച സമയത്തൊന്നും മയ്യത്തൊന്നും കാണാൻ വരാക്ക് പറ്റിയില്ല. കുടുംബത്തില് പലരും അങ്ങനെ മരിച്ചുപോയി. അമ്മായികള് മരിച്ച് 2 ആള്, അവരെ കാണാൻ പറ്റിയില്ല. മൂത്താപ്പ, അവരെ കാണാൻ പറ്റിയില്ല. എന്തായാലും മക്കളൊക്കെ നല്ല നിലയിലായിപ്പോ. ആ ഒരു സമാധാനാണ് മനസ്സിന്. പിന്നെ ഓള് ഒറ്റക്കാക്കി ഓള് പോയില്ലേ. എല്ലാ പ്രവാസികളുടെ അവസ്ഥ തന്നെയാണ്. 42 കൊല്ലം അന്യ നാട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് ഒരുപാട് രോഗങ്ങളിലേക്ക് നാട്ടിൽ കൊണ്ടുവരും. നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാർ ആ നാട്ടിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കുടുംബങ്ങൾ പലതും നല്ല രൂപത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ നാടിനും ഇത്രയും പ്രസക്തിയൊക്കെ ഉണ്ടായത് നിങ്ങളെപ്പോലത്തെ ആളുകളെ കൊണ്ടാണ്. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. വീരാൻ എങ്ങോട്ടാ പോണ്? ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങിയതാണ്. എന്നാൽ ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം കേട്ടാ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ തറവാട്ടിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളിട്ടാ. അവിടെ പോയിരുന്നു നമുക്ക് ഓരോന്ന് കണക്കാക്കിയിട്ടില്ലേ, അതുപോലൊക്കെ വരും കേട്ടാ. ഇൻഷാ അല്ലാഹ്.